കേരളം വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വീശിയടിച്ച പണമിടപാട് വിവാദം തിരഞ്ഞെടുപ്പ് ചിത്രം മാറ്റിവരയ്ക്കുന്നു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ വോട്ടർക്ക് പണം നൽകിയെന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതീക്ഷയിലാണ്. ശോഭയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ ഇടപാട് BJP ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ മണ്ഡലത്തിൽ UDFന് വേണ്ടി സജീവമായുള്ള നടൻ രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിനിടെ ആരും പണം നൽകിയില്ലെന്ന് വയോധിക പറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിൽ വയോധികയ്ക്ക് BJP പ്രവർത്തകർ പണം നൽകിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കാറിലിരിക്കെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ പുറത്തിറങ്ങി 5000 രൂപ വയോധികയ്ക്ക് കൈമാറുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടു. സംഭവം ചോദ്യം ചെയ്ത പ്രവർത്തകർക്ക് നേരെ സ്ഥാനാർത്ഥി ക്ഷുഭിതയായി സംസാരിക്കുന്നതും മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വോട്ടെടുപ്പിന് തൊട്ടുമുൻപുള്ള ഈ വിവാദം ശോഭാ സുരേന്ദ്രന്റെ ജനപ്രീതിയെ ബാധിക്കുമെന്നും ഇത് തങ്ങൾക്ക് അനുകൂലമായ തരംഗമുണ്ടാക്കുമെന്നുമാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും പാലക്കാട് ജില്ലാ കലക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചത് തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിക്കെതിരെ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കടുത്ത നടപടിയുണ്ടാകും. സമാനമായി നിയമമണ്ഡലത്തിൽ മദ്യവിതരണ ആരോപണവും ഉയർന്നതോടെ നിശബ്ദ പ്രചാരണ ദിനത്തിൽ രാഷ്ട്രീയ കേരളം ആരോപണ പ്രത്യാരോപണങ്ങളാൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. മെയ് 4 വോട്ടെണ്ണുമ്പോൾ ഈ വിവാദങ്ങൾ ആരെ തുണയ്ക്കുമെന്ന് വ്യക്തമാകും. എന്നാൽ പാലക്കാട് വയോധികയുടെ പ്രതികരണം നിർണായകമാണ്. ആരും പണം നൽകിയില്ല, തന്റെ കയ്യിലുള്ളത് പെൻഷൻ പണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിവാദത്തിന് ചൂട് കുറയും.